ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിൽ രാജകുമാരൻ പഠിക്കാനിരിക്കുമ്പോൾ വിളക്ക് പിടിച്ചു കൊടുക്കുന്ന ഒരു പൂച്ച അവിടെ ഉണ്ടായിരുന്നു. ഇത് കാണുവാൻ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്നും അനേക വിശിഷ്ട വ്യക്തികൾ അവിടെ വരിക പതിവായിരുന്നു. ഒരു ദിവസം ഒരു തന്ത്രശാലിയായ ഒരു മനുഷ്യൻ ഒരു എലിയെ പിടിച്ച് പൊതിഞ്ഞ് കൊട്ടാരത്തിൽ കടന്നു വന്നു. രാജകുമാരൻ പഠിക്കാനിരുന്നു. ഈ നിമിഷം പൂച്ച വന്ന് വിളക്കെടുത്ത് രാജകുമാരനെ പഠിക്കാനായി സഹായിച്ചു. ഈ തന്ത്രശാലിയ മനുഷ്യൻ പൊതിഞ്ഞു കൊണ്ടുവന്ന എലിയെ പൂച്ചയുടെ മുമ്പിൽ ആ നിമിഷം തുറന്നു വിടുവാനിടയിൽ തീർന്നു. ഇവിടെ സംഭവിച്ചത്, പൂച്ച ഉടൻ തന്നെ അതിൻ്റെ ശ്രദ്ധ മാറി നോട്ടം എലിയിലേക്കായി. അവിടെ കത്തിക്കൊണ്ടിരുന്ന പ്രകാശിച്ചു കൊണ്ടിരുന്ന വിളക്കിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ പൂച്ച എലിയുടെ പിന്നാലെ ഓടിപ്പോകാനിടയിൽ തീർന്നു. ആ പ്രകാശം നിറഞ്ഞിരുന്ന ആ സ്ഥാനത്തിൽ വലിച്ചെറിയപ്പെട്ട വിളക്കൊടഞ്ഞ് അവിടെ അന്ധകാരം വ്യാപിച്ചു. പ്രിയരെ, എനിക്ക് ഈ കഥയിൽ നിന്നും നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനത ശത്രുവായ പിശാച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ശത്രു മനസ്സിലാക്കി നമ്മെ തകർത്ത് കളയുവാൻ, നമ്മുടെ വിളക്കാകുന്ന നമ്മുടെ ജീവിതത്തെ കെടുത്തിക്കളയുവാൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവൻ്റെ വശീകരണത്തിൽ, അവൻ്റെ പ്രലോഭനത്തിൽ നമ്മൾ വിധേയപ്പെടാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചാൽ നിശ്ചയമായും നമുക്ക് ലക്ഷ്യപ്രാപ്തി നേടുവാനായി കഴിയും. ഇവിടെ ലോകത്തിൽ മനുഷ്യൻ പാപത്തിൻ്റെ പിന്നാലെ ഓടി പാപത്തിന് വിധേയപ്പെട്ട് മരണം വരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്ത് നോക്കി യേശുവിൻ്റെ വചനാധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായും നമുക്ക് ലക്ഷ്യമായ സ്വർഗരാജ്യത്തിലെത്തുവാനിടയിൽ തീരും. ആയതിനായി ലോകത്തിൻ്റെ ഒരു പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടാതെ പരിശുദ്ധമായി നമുക്ക് ജീവിക്കാം. ദൈവം തമ്പുരാൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.